JEE 2025 phase 1 ജാനുവരിയിൽ ഇങ്ങ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളായിക്കോട്ടെ, റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ആരായാലും ട്രാക്ക് ഔട്ട് ആയിരിക്കുന്ന ആളുകൾക്ക് ഇനിയുള്ള 3 മാസങ്ങൾ കൊണ്ട് എങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനും നടത്തി എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫേസ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ജാനുവരിയിൽ വരും. അപ്പോൾ ജാനുവരിക്ക് മുമ്പായിട്ട് നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 കംപ്ലീറ്റ് സിലബസ് തീർക്കണം. അതും ഈവനിങ് ക്ലാസ് കൊണ്ട് മാത്രം. ഇപ്പോൾ പ്ലസ് 2 വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ്ലി തീർക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻറ്റയർ സിലബസ് എങ്ങനെ തീർക്കാം, അതിൻ്റെ സ്റ്റഡി പ്ലാൻ, അതിനെന്തൊക്കെയാണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. റെഡിയല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾക്കറിയാം ജാനുവരിയിൽ ഫേസ് 1 വരും. ഫേസ് 1ന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം മക്കളെ? അത് നിങ്ങൾ അറിയണം. ഈ ഫേസ് 1 എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കുറഞ്ഞതാണ്. അവിടെ നന്നായി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്താലും, അതായത് നന്നായിട്ട് ഇനിയുള്ള മാസങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് സ്കോറിലേക്ക് വരാൻ വേണ്ടി പറ്റും. പെർസെൻറ്റേജ് മീൻസ് നിങ്ങൾ എത്ര ആൾക്കാരെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. അറിയാലോ അല്ലേ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് അല്ല. പെർസെൻറ്റേജ് മീൻസ് നിങ്ങൾ എത്ര ആൾക്കാരെ ഓവർകം ചെയ്തു അല്ലേ ആ ഒരു മത്സരത്തിൽ. അപ്പം അന്നത്തെ ഡേയിൽ നിങ്ങൾ എഴുതിയ ഷിഫ്റ്റിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ആളുകളെ ഓവർകം ചെയ്ത് മുമ്പിൽ വന്നു എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം ആ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ഓവർകം ചെയ്യാൻ പറ്റിയ കോമ്പറ്റീഷൻ കുറവുള്ള സമയമാണ്. കോമ്പറ്റീഷൻ കുറവ് എപ്പോഴും ഫേസ് 1ലാണ്, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും ഫേസ് 2ൽ. അപ്പം പെർസെൻറ്റേജിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഫേസ് 1ലാണ് നന്നായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. എഫേർട്ട് എടുത്താൽ ഫേസ് 2ലും കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഈസി എന്ന് പറയുന്ന ഫേസ് 1 ആണ്. വിത്ത് ലെസ് എഫേർട്ട് മോർ പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് NIT, IIT പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന JEE മെയിൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം 97% മുകളിൽ അല്ലേ, ഏകദേശം അറൌണ്ട് 97% മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? NIT പോലെയുള്ള അല്ലേ, IIT-യേക്കാൾ ഒരു പടി താഴെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിച്ചിട്ട് ഫേസ് 2ലേക്ക് പോകാം. ഫേസ് 2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഈ JEE അഡ്വാൻസ് അടുത്തൊരു എക്സാം ഉണ്ട് അല്ലേ, ഇതിനേക്കാളൊക്കെ അല്ലെ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. JEE അഡ്വാൻസ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായ IIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT-കളിൽ അഡ്മിഷൻ കിട്ടുക. അപ്പം ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നിങ്ങൾ പ്ലസ് 2 എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം ജാനുവരിയിൽ ഈ എക്സാം വരും. ജാനുവരിയിൽ എന്ത് ചെയ്യും? ഈ എക്സാം വരും. ഈ വരുന്ന ജാനുവരിയിൽ ഫേസ് 1 വരും. അപ്പോൾ ഇതിന് നിങ്ങൾക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സില് അല്ലേ 25 30 ഉണ്ട്. അതിൽ ന്യൂമറിക്കൽ 10ൽ 5 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെ 25 25 25 75 ചോദ്യമാണ്. ഇൻറ്റു 4 മാർക്ക് വെച്ചിട്ട് അല്ലെ 300 മാർക്കിലായിരിക്കും അല്ലേ ഇൻറ്റു 75 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 300 മാർക്ക്. 300 മാർക്കിലായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. അതിൽ എത്ര ടോപ്പിലാണ് നിങ്ങൾ ആ ഷിഫ്റ്റിൽ വരുന്നത് എന്നുള്ള പെർസെൻറ്റേജിലാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ അഡ്മിഷനെ തീരുമാനിക്കുന്നത്, റാങ്ക് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ ഫേസ് 1ഉം ഫേസ് 2ഉം നിങ്ങൾക്ക് എഴുതാം. അതിൽ ഏറ്റവും ബെറ്റർ പെർസെൻറ്റേജിലായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങളുടെ JEE മെയിൻ സ്കോർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നത് ഒരു ഇനിയുള്ള മാസങ്ങൾ കൊണ്ടാണ്, അതായത് 3 മാസം സമയം. അവിടെ നിങ്ങൾക്ക് സൈലം എന്ത് ചെയ്യാണ്? ഒരു ക്രാഷ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കാൻ വേണ്ടി പോവുകയാണ്. എക്സ്പേർട്ട് ഫാക്കൽറ്റി ഗൈഡൻസ് ആണ്, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ദ ബെസ്റ്റ് ഫാക്കൽറ്റി, നമ്പർ 1 ഫാക്കൽറ്റി ഇൻ കേരള, നമ്പർ 1 കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന സൈലം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. റെഡി ആൻഡ് ഇന്റൻസീവ് ലേണിംഗ് ആണ് ഫോർ ക്വിക്ക് റിസൾട്ട്സ് അല്ലേ. അതായത് കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ ഇന്റൻസീവായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു നിങ്ങൾ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പേഴ്സണലൈസ് അറ്റൻഷൻ ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് അവിടെ നടക്കും, നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് കൃത്യമായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ട്. അടുത്ത അല്ലെ ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ സിലബസ് തീർത്ത് റിവിഷനിലേക്ക് പോകുന്ന ഒരു പ്ലാനാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് 2 ക്ലാസ്സുകളാണ് വരുന്നത്. ഒന്ന് 6 മണിക്കും ഉണ്ടാകും വൈകുന്നേരം, ഒന്ന് രാത്രി 8 മണിക്കും. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് സിലബസ് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഒരു ക്ലാസ് മാത്രം തന്ന് 1 മണിക്കൂർ പഠിപ്പിച്ചാലൊന്നും സിലബസ് തീരില്ല. അപ്പോൾ 6 മണിക്കും 8 മണിക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും അറേഞ്ച് ചെയ്യും. കൃത്യമായ ഇടവേളകളിൽ എന്തുണ്ട്? മിനി JEE എക്സാംസ് നടത്തും. അതായത് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും JEE ലെവൽ എക്സാം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴുള്ള ചാപ്റ്റർ വൈസ് എക്സാം കൂടാണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും? മിനി JEEയും അവിടെ
പ്രൊവൈഡ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതവിടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇൻഫിനിറ്റ് പ്രാക്ടീസ് അവിടെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്നൊരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മിനി JEE ഉണ്ടാകും. പിന്നെ GIBയും അതിനിടയിൽ എന്ത് ചെയ്യും, ഒരു കറക്റ്റ് എക്സാക്ട് JEE പോലെ തന്നെയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് നിങ്ങൾ എങ്ങനെയാണോ JEE എഴുതുന്നത് അതുപോലത്തെയുള്ള JEE എക്സാംസും ഉണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇതനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും മിനി JEE എക്സാംസ് നടത്തി തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പോവുക. അത് കൃത്യമായി ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മൾ സിലബസ് തീർത്തിട്ട് പിന്നെ നമ്മൾ റിവിഷനിലേക്ക് പോകും. റിവിഷൻ ഒരു റൗണ്ടും കൂടെ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചേരാൻ പോകുന്ന XPL JEEയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. അറ്റ് 6,999 ആണ് കോഴ്സ് ഫീ. എന്തൊക്കെ കിട്ടും അത് നിങ്ങൾ അറിയണം. അത്രയും കാര്യങ്ങൾ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണെന്ന് അറിയണേ. ആദ്യം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പം phase 1 സിലബസ് കംപ്ലീഷൻ കിട്ടും ടിൽ ഡിസംബർ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റിവിഷൻ ആയിട്ടുള്ള LMRP കിട്ടും, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം കിട്ടും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് phase 2 പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, ഈ ഒരു phase 2 ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്, ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് JEE നിങ്ങൾക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല, കീം വേണമെന്നാണെങ്കിൽ ആ കീമിന്റെ ക്രാഷ് പ്രോഗ്രാമും ഉണ്ട്. കീം ക്രാഷ് ഉണ്ട്. ആ കീം ക്രാഷും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി സൈലത്തിലെ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ബാച്ച് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് തരും. സൂപ്പർ കിങ്സോ ബാക്കി ഈ പറയുന്ന ധീര ബാച്ചിലോ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. സൂപ്പർ കിങ്സും ധീരയിലുമുള്ള എൻട്രൻസ് ബാച്ചുകളിലുള്ള സൂപ്പർ കിങ്സ് JEEയോ ധീര ബാച്ചിലോ നിങ്ങൾ ധീര JEEയിലോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫ്രീ. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൂപ്പർ കിങ്സ് JEE ആൻഡ് ധീര JEE ഉള്ളവർക്ക് എന്തായിരിക്കും ഇത്, ആൻഡ് വീര JEE ഓഫ്ലൈൻ JEE ഉള്ളവർക്കും എന്താണ് ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് അവിടെയുള്ള കാര്യമെന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കും ഈ ഒരു ഫീസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം ഇത് നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ലോഞ്ച് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ലോഞ്ചിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. ആ ലോഞ്ചിൽ കയറിയ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ക്ലാസ് യൂട്യൂബിൽ ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കോഴ്സ് ഫീലായിരിക്കും. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഒരുമിച്ച് സിലബസ് തീർത്ത് ആദ്യത്തെ തവണ എക്സാം എഴുതുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സൈലത്തിന്റെ എത്രത്തോളം നിങ്ങൾക്ക് സൈലം പഠിപ്പിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് phase 2 പ്രിപ്പറേഷൻ സൈലത്തിനോടൊപ്പം കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അഡ്വാൻസ് എക്സാമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. കൂടാണ്ട് അഡ്വാൻസ് ഓൺലൈൻ നിങ്ങൾക്ക് തരും. കൂടാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ കീമിന്റെ ക്രാഷും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം അത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ അൺലോക്ക് ആകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പഠിച്ച് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുക മക്കളെ. NIT ജാനുവരിയിൽ ഉറപ്പിക്കുക. ഒരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ NIT ജാനുവരിയിൽ ഉറപ്പിക്കുക, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും. ആൻഡ് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞാൽ +2കാർ ബോർഡ് എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ NIT ഉറപ്പിച്ചിരിക്കണം ബോർഡ് എക്സാമിന് മുമ്പ് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് phase 2 പ്രിപ്പയർ ചെയ്യുക, അഡ്വാൻസിന് മുമ്പോട്ട് പോവുക. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.